വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഓണം എത്താറായില്ലേ? ഞാൻ എന്താണ്ട് കുറച്ച് മുളകും മല്ലിയൊക്കെ പൊടിപ്പിക്കാനുള്ള ധൃതിയൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഏകദേശം അതൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. എനിക്കിന്ന് കുറച്ച് കക്ക അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കക്ക തോരൻ വെക്കാനുള്ള ചെറിയൊരു ലഞ്ച് പ്രിപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ടിടുന്നത്. കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 സവാള, ബാക്കിയെല്ലാം കൊച്ചുള്ളിയാണ് എടുത്തത്. പിന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു 2-3 പച്ചമുളക്, കുറച്ച് തേങ്ങ ചെറുതായിട്ട് കൊത്തിയത്, പിന്നെ അല്ലാതെ കുറച്ച് തേങ്ങ കക്ക തോരനായിട്ടാണ് വയ്ക്കുന്നത് അതിനായിട്ട്. പിന്നെ കുറച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ബീൻസ് മെഴുക്ക് പുരട്ടി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള വഴുതനങ്ങയാണ്. ഹോംലി ഫീൽ ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. ഞാൻ അതിനകത്തുനിന്ന് വെണ്ട വിത്തും വഴുതനങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ചീര അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിത്തിൽ എനിക്ക് കിളിക്കാതെ പോയത് മല്ലിയില മാത്രമേ ഉള്ളൂ. അപ്പോൾ വഴുതനങ്ങ നല്ല സൂപ്പർ വഴുതനങ്ങയായിരുന്നു. നമ്മുടെ വീട്ടിലും കൂടി പിടിച്ചതുകൊണ്ട് അതിന് രുചി കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് കക്ക തോരനായിട്ട് ഞാൻ കടുക് വറുക്കുവാണേ. കടുക് വറുത്ത് ഞാൻ കുറച്ച് മുളക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് ഓൾറെഡി വെളിയിൽ കിടക്കുന്നതെല്ലാം ഉണങ്ങി കഴിഞ്ഞ്, ഇന്ന് ചെറിയൊരു ഉണക്കും കൂടെ ആയിട്ട് പൊടിപ്പിക്കാമെന്ന് വെച്ചതാണ്. അപ്പോൾ കടുക് വറുക്കുന്നത് എനിക്കിഷ്ടം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ മുളകിൽ നിന്ന് കുറച്ച് മുളകെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കക്ക എനിക്ക് ഒരുപാട് വെച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വെക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് അത് വേഗാത്ത കണക്കിരിക്കുമോ റബ്ബർ പോലെ ഇരിക്കുമൊക്കെ എന്നുള്ള, അതായത് എപ്പോഴും ഒന്നും വയ്ക്കാറില്ല, വല്ലപ്പോഴും വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ഇത് കിട്ടുന്നതും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കുക്കറിൽ വെക്കാം. ഞാനൊരു വീഡിയോ നോക്കിയായിരുന്നു, അപ്പോൾ അതിനകത്ത് കുക്കറിൽ വെക്കുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ കുക്കറിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച്, വേഗമല്ലോ, വേവാത്ത പ്രശ്നം അങ്ങനെയൊന്നും വരുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിൽ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് 2-3 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. പക്ഷെ നല്ല സക്സസ്ഫുള്ളായിരുന്നു, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനത് ചീനച്ചട്ടിയിലിട്ടും കുറച്ച് സമയം നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി ചേർക്കേണ്ടത് അത്യാവശ്യമാണ്, കാരണം ഇത് ഏറ്റവും കൂടുതലും ഗ്യാസുള്ളൊരു സാധനമാണ്. ആദ്യം ഞാൻ കുറച്ച് സവാള അരിഞ്ഞതങ്ങ് വഴറ്റിയെടുക്കുവാണേ. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലൊക്കെ അടിക്കാറുള്ള പരുവാവുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട്, ഇത് നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് മേടിച്ച് നമ്മുടെ കുഞ്ഞി ചീനച്ചട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിനകത്ത്. ഇത് കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാൻ തോന്നും. നമുക്ക് അങ്ങനെയാണല്ലോ, ചില പാത്രങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിൽ കുക്ക് ചെയ്യാനായിട്ട്. എനിക്കും അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ രണ്ടാമത് ബീൻസും മെഴുക്കുവരട്ടുന്നത്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു സാധനം കിട്ടി ഞാൻ തറയെ വെക്കത്തില്ല, അതിനെ എടുത്തുകൊണ്ട് നടക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വഴുതനങ്ങ വെച്ചതിന് ശേഷം ആ പാത്രം തന്നെ ക്ലീൻ ചെയ്ത് ഞാൻ ബീൻസും വെക്കുന്നുണ്ട്. കാരണം നമുക്ക് പരുവത്തിന് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതുപോലെ ഇതൊക്കെ ഞാൻ എളുപ്പത്തിലാണ് ചെയ്യുന്നത്, കാരണം എണ്ണ വിലയൊക്കെ കൂടെ നോക്കണമല്ലോ. ഒരുപാട് എണ്ണയ്ക്കകത്തുള്ള കളിയൊന്നുമില്ല. ജസ്റ്റ് വഴുതനങ്ങ അരിഞ്ഞതും സവാളയും ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മസാലപ്പൊടിയും ഇട്ട് ഒന്ന് തിരുവിയെടുത്ത് ശകല എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് തിരുവിയെടുത്ത് അടുപ്പിൽ വെച്ച് നല്ല ഇറുക്കമുള്ള ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചങ്ങ് വേവിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഇതിന് നമുക്ക് വെള്ളം കുടയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വഴുതനങ്ങ ഓൾറെഡി ഒരു ഓയിൽ പോലെ പെട്ടെന്ന് കുഴഞ്ഞു വരുന്ന സാധനമാണ്. പക്ഷേ നമ്മൾ ബീൻസ് മെഴുക്കുവരട്ടുന്ന സമയത്ത് ഒരു ശകലം വെള്ളവും കൂടെ കുടഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണ നമുക്കതിനകത്തോട്ട് പിടിക്കത്തില്ല. പിന്നെ ഇവിടെ മോനെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മെഴുക്കുവരട്ടി കഴിക്കുന്നവരായതുകൊണ്ട് ഞാൻ കൊച്ചിലേ തൊട്ടൊക്കെ എണ്ണ കുറച്ച് ഉപയോഗിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ശകലം കടുക് വറുക്കാനുള്ള എണ്ണ മാത്രം ഉപയോഗിച്ചാണ് അവന് ശീലിപ്പിച്ചത്. ആ ഒരു ശീലം കൊണ്ടായിരിക്കും അവനിങ്ങനെ കുഴഞ്ഞ് എണ്ണയിലൊന്നും ഇരിക്കുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇനി ഞാൻ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയും കൂടെ കക്ക തോരൻ്റെ ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഏത് കറിയാണെങ്കിലും ചെറിയ ഉള്ളി ഇടുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ രുചി കൂടും അല്ലേ. പിന്നെ എന്തായാലും ഒരു പച്ചപ്പൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി വെച്ചു. പക്ഷേ ഒരബദ്ധം പറ്റിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് വറുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണമായിരുന്നു. പക്ഷേ ഞാനത് മറന്നുപോയി. അതുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ, നമ്മൾ പിന്നെ ഇതാരോടും പറയാറൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് അതും കൂടെ ഒന്ന് വറുത്ത് അതിനകത്ത് തന്നെ ചെറുതായിട്ട് വറുത്ത് അങ്ങ് തട്ടി പൊത്തിയൊക്കെ വെക്കുന്നുണ്ട്. വേണമെങ്കിൽ എനിക്ക് വേറൊരു പാത്രം എടുത്ത് എണ്ണ ഒഴിച്ചൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ മടിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യുക. നമ്മൾ പിന്നെ വീട്ടമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, വീണെടുത്തിടുന്ന ഉരുളയ. എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ആരെയും അറിയിക്കാതെ നമ്മൾ തന്നെ അത് ഡീൽ ചെയ്യും.
പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇതിനകത്തിപ്പം ഈ തേങ്ങാക്കൊത്ത് ഇട്ടില്ല എന്നും പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഓൾറെഡി ഇതിനകത്ത് തേങ്ങയുടെ അരപ്പ് കൂടെ വെച്ചിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ വഴുതനങ്ങ ആ ഒരു മെഴുക്കുവരട്ടിക്കകത്ത് ഇതാ നോക്കി, ആ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കുന്നേ ഇല്ല. എനിക്ക് ഏറ്റവും സന്തോഷം അതൊക്കെയാണ്. മെഴുക്കുവരട്ടിയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് പരുവത്തിനൊക്കെ ഇളക്കിയെടുത്ത് അത് കറക്റ്റായിട്ട് ആവിയൊക്കെ കയറി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വലിയ എണ്ണക്കളികളൊന്നും ഇല്ല, ആ ഒരു ആവിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒക്കെ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് 2-3 മിനിറ്റും കൂടെ ഒക്കെ ഒന്ന് വേവിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മളെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള 2-3-4 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആ കക്ക വേവിച്ചതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കക്ക ഫുള്ള് നല്ല അഴുക്കെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അപ്പം അതും കൂടെ കക്ക വേവിച്ചപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്താണ് വേവിച്ചത്. എന്നിട്ട് അതും കൂടെ നമ്മുടെ ഉള്ളിക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അത് ഉള്ളിയിൽ കിടന്ന് ഉള്ളിയും കക്കയായിട്ടൊരു മൽപ്പിടുത്തം നടക്കട്ടെ. അപ്പോഴത്തേക്ക് ആ കുറച്ചും കൂടെ ആ രുചിയൊക്കെ ഒന്ന് ഇറങ്ങും. ഇനി ഞാൻ പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുവാണേ. ഇതൊക്കെ നമ്മൾ എപ്പോഴും വെക്കാത്ത ആയതുകൊണ്ടേ നമ്മൾ കുറച്ച് ടൈം എടുത്ത് സാവധാനമൊക്കെ വെക്കുന്നതാണ് നല്ലത്. നമ്മൾ മീൻകറിയൊക്കെ പോലെ പെട്ടെന്നൊന്നും നമ്മളെപ്പോഴും വെക്കാത്ത കാര്യങ്ങൾ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സമയം കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ തേങ്ങ ഞാൻ എപ്പോഴും പറയുന്നതാണെങ്കിൽ മിക്സിയിൽ ഞാൻ ചെറുതായിട്ട് പിച്ചാത്തി കൊണ്ട് കൊത്തി മിക്സിയിലാണ് അടിക്കുന്നത്. തേങ്ങ തിരുവല്ലൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും 2-3 വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടല്ല കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കാരണം കുറച്ചൊരു തരി വേണം. തരി ഉണ്ടെങ്കിലേ ആ തോരനൊരു രുചിയുള്ളൂ. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്, ഒരു വഴിക്ക് പോവല്ലേ. അപ്പം നോക്കേ കണ്ട, ഒരു തരി പോലെയാണ് അത്. ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കിടക്കണം. അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിട്ടത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ട, ഞാൻ പറയുന്നത് സത്യമല്ലേ? ആ പാത്രത്തിൻ്റെ ആ ഒരു ഇത് കണ്ട. അപ്പം ഞാൻ വഴുതനങ്ങ മെഴുക്ക് വരട്ടി മാറ്റി വെച്ചിട്ട് ആ പാത്രം പോയി കഴുകിയിട്ട് അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബീൻസ് മെഴുക്ക് വരട്ടുന്നത്. ബീൻസ് മെഴുക്ക് വരട്ടുന്നത് സെയിം തന്നെയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർക്കുക. എനിക്ക് കുറച്ച് കളറ് ഇഷ്ടമായതുകൊണ്ട് ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുവി അതും അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ ഇതെന്ന് പറയുന്നത് ബീൻസ് ഇച്ചിരി വേവുള്ള സാധനമായതുകൊണ്ട് ഒരു ശകലം വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് നല്ലൊരു അടപ്പ് വെച്ച് നല്ല പ്രസ് ചെയ്ത് അടയ്ക്കണം. ഞാൻ നിങ്ങളെ ഇതിൽ കാണിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ അടപ്പ് അടച്ചതിന് ശേഷം ബീൻസ് ആയതുകൊണ്ട് ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ച് അതിൻ്റെ പുറത്ത് ഞാൻ വെക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ കുക്കറാണ് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിരുന്നത്. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ ഉള്ളിയും കണവയും എല്ലാം കൂടെ കിടന്ന് മിക്സായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് കളറൊക്കെ കുറവ് കണക്ക്. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ അധികം എരിവ് ഒന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ഒരു തോരൻ്റെ ഗ്രേവി തന്നെ മതിയാവും. ആ തോരൻ്റെ ഗ്രേവിയിൽ കിടന്നത് ഇതാവുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഇത് ചെറിയ തീയിൽ അടച്ച് വെച്ചും തുറന്ന് നോക്കിയും അടച്ച് വെച്ചും ഒക്കെ വേവിക്കുന്നുണ്ട്. അത് ആദ്യമായിട്ടൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങനെയായിരിക്കും. കാരണം നമുക്കതിൻ്റെ വേവും കറക്റ്റൊന്നും അറിയത്തുമില്ല. പക്ഷെ ലാസ്റ്റ് സാധനം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് നല്ല അരപ്പുമൊക്കെ നല്ല കറക്റ്റ് വരുമായിരുന്നു. എന്നിട്ട് ഞാൻ അരപ്പും കൂടെ ഇതിനകത്തോട്ട് തട്ടി ചെറിയ തീയിൽ ഇനി അരപ്പിനകത്തൊരു ആവി കയറണം. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ, എന്ത് അരപ്പാണെങ്കിലും നമ്മൾ ഇട്ട ഉടനെ മിക്സ് ചെയ്യരുത്. ആ ഒരു അരപ്പ് ചെറുതായിട്ട് അതിനകത്തൊന്ന് പിടിച്ച് വരുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതുകൊണ്ട് ഇപ്പോൾ അരപ്പ് അതിൽ ആവിയൊക്കെ കയറി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി കരിവേപ്പിലയൊക്കെ വിതറി
നല്ല ഭംഗിയായിട്ട് തട്ടിപ്പൊത്തി ഇളക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കണം. ഒരുപാട് അങ്ങനെ എണ്ണയോ അങ്ങനെ ഒന്നും കോരി ഒഴിച്ചിട്ടേ ഒന്നുമില്ല. പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെയും കൂടെ ഒരു ഇതുണ്ട്. നമ്മുടെ ഈ ഒരു ചീനച്ചട്ടിയിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. അപ്പോഴേക്കും അപ്പുറത്ത് ബീൻസ് മെഴുക്ക് പുരട്ടി ഇതാണ്ടേ, അത് ഏകദേശം ഒരു 3/4 വേവേ ആയിട്ടുള്ളൂ. കാരണം ബീൻസ് മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ആവി കയറി വരണം. അപ്പോഴേക്കും ഞാൻ ഈ തവണ ഞാൻ അടച്ചു വെച്ചിട്ട് ഞാൻ കുക്കർ മുകളിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഞാനത് വീഡിയോയിൽ കട്ട് ചെയ്തതാണ്. ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു അരോചകം തോന്നിയാലോ. കണ്ട, ഇപ്പോൾ അതാ നോക്കി, ആ വെള്ളവും ആവിയൊക്കെ ഇറങ്ങി ആ മെഴുക്കുവരട്ടി സെറ്റായിട്ടുണ്ട്. ഈ ഒരു പരുവാണ് മോനെ ഇഷ്ടം. അപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ ലഞ്ച്, ഞാനൊരു കുട്ടി മോരും കൂടെ പെട്ടെന്ന് അങ്ങ് കാച്ചി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്താ നമ്മുടെ ലഞ്ച് സെറ്റായി കഴിഞ്ഞു. വഴുതനങ്ങ മെഴുക്കുവരട്ടി, ബീൻസ് മെഴുക്കുവരട്ടി, നമ്മളെ കക്കാത്തോരൻ, മോര് കറി. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോസായിട്ട് നാളെ കാണാം.